പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സലാത്തിനെ വർദ്ധിപ്പിക്കണം. വഅദിൻ്റെ സദസ്സിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സലാത്ത് ചൊല്ലണം. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കളോട്, സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, സഹോദരികളോട് എല്ലാം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ നാവ് കൊണ്ട് നാം കളവ് പറയരുത്. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുത്. അതുപോലെ ഗീബത്ത്, പരദൂഷണം പറയരുത്. നമീമത്ത്, ഏഷണിയും ഭീഷണിയും പറയരുത്. ഇല്ലാത്ത വാക്ക് പറയരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പരിഹാസം പറയരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ ആരെയും പരിഹസിക്കരുത്. ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. അള്ളാഹു പഠിപ്പിക്കുന്നു, ഓ ജനങ്ങളെ, നിങ്ങളാരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കരുത് കേട്ടോ. കാരണം ആ പരിഹസിക്കപ്പെടുന്നവരായിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലവർ. നിങ്ങൾ പരിഹസിക്കരുത്. പുരുഷന്മാരും പരിഹസിക്കരുത്, സ്ത്രീകളും പരിഹസിക്കരുത്, ഒറ്റക്കുട്ടിയും ആരെയും പരിഹസിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, 40 വയസ്സ് പൂർത്തിയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റിസാലത്ത് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ പർവ്വത ഗുഹയിൽ വന്നു. അങ്ങനെ റിസാലത്ത് കൊടുത്ത്, നുബുവത്ത് കൊടുത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെയുള്ള പ്രഖ്യാപനം പരസ്യപ്പെടുത്തി കഴിഞ്ഞു എന്നർത്ഥം. അങ്ങനെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം, പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുത്തു. ഏറ്റെടുത്തപ്പോൾ നബി തങ്ങൾക്ക് വല്ലാത്തൊരു ബേജാറുണ്ടാവില്ലേ? ഒരു കാര്യം ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ബേജാറുണ്ടാവില്ലേ? ആർക്കുണ്ടാവും? ബുദ്ധിയുള്ളവർക്കുണ്ടാവും. ബുദ്ധിയില്ലാത്തവരെന്തുണ്ടാവും? നിങ്ങളെ വീട്ടിലൊരു ചെറിയൊരു കല്യാണം നടക്കുകയാണ്. മകളെ കെട്ടിക്കാൻ നിശ്ചയിച്ചു. ഒരു 100 ആളോ അല്ലെങ്കിൽ 500 ആളോ വിളിച്ചു. അത് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ബേജാറാണ്. വേണ്ടതുപോലെ വൃത്തിയിൽ ഇത് ചെയ്യാൻ കഴിയുമോ, ആളുകളെ സ്വീകരിക്കാൻ കഴിയുമോ എന്ന ബേജാറുണ്ടാവും. ആർക്ക്? ബുദ്ധിയുള്ളവന്. ബുദ്ധിയില്ലാത്തവനുണ്ട് ഒരു സഫീഹ്. അവനെന്ത് കല്യാണം, എന്ത് അതിഥി, എന്ത് സൽക്കാരം, അവനൊരു വിവരവും ഉണ്ടാവില്ല, അവനൊരു ബേജാറുമില്ല. ബുദ്ധിയുള്ളവന് ബേജാറുണ്ടാവും, ഇല്ലേ? ഒരു കച്ചവടം തുടങ്ങിയാൽ ബുദ്ധിയുള്ളവന് ഇത് വേണ്ടതുപോലെ നടത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഒരു ചെറിയ പരിപാടി നിങ്ങളിവിടെ സംഘടിപ്പിച്ച് ഇത് ഇപ്പോൾ വളരെ ഭംഗിയായി. ഇതുവരെയും ഇതിൻ്റെ സംഘാടകർക്ക് പടച്ചവനെ ഞങ്ങൾ സംഘടിപ്പിച്ച പരിപാടി വിജയിക്കുമോ എന്ന് തോന്നിയാൽ അത് ബുദ്ധിയുള്ളതിൻ്റെ അടയാളമാണ്. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈമാനും ഇസ്ലാമുമാകുന്ന ഈ മഹത്തായ വിഷയം അല്ലാഹു തആല കൊടുത്ത് അതുകൊണ്ട് ഏറ്റെടുത്ത സമയത്തൊരു ചെറിയ പേടി. കാരണം കഴിഞ്ഞ കാലത്ത് അമ്പിയാക്കന്മാരെ വെട്ടിക്കൊന്നവരുണ്ട്, ഈർച്ചവാട് വച്ചിട്ട് ഈർന്ന് കൊന്നുകളഞ്ഞവരുണ്ട്, കല്ലെറിഞ്ഞവരുണ്ട്, വ്യഭിചാര ആരോപണം പറഞ്ഞവരുണ്ട്, കല്ലെടുത്തെറിഞ്ഞിട്ട് ഓടിച്ചവരുണ്ട്, നടക്കുന്ന വഴിയിൽ മുള്ളും കല്ലും തറച്ച് നടക്കാൻ സമ്മതിക്കാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് എതിർപ്പുകൾ കഴിഞ്ഞുപോയ അമ്പിയാ മുർസലുകൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനേക്കാളും ക്രൂരമായ കടുപ്പപ്പെട്ട ഹൃദയങ്ങളുടെ മുമ്പിലേക്കാണല്ലോ ഞാൻ ഈ നുബുവ്വത്തുമായി റിസാലത്തുമായി കടന്നു ചെല്ലുന്നത്. ഇത് സ്വീകരിക്കുമോ, ഞാനിതിൽ വിജയിക്കുമോ എന്ന് റസൂലുള്ളാഹിക്കൊരു ഒരു ചെറിയ ബേജാറ് വരികയും അങ്ങനെ ഹൃദയം ഇങ്ങനെ പിടച്ചുകൊണ്ട്
സ്വന്തം തരുണീമണിയായ സഹധർമ്മിണിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ അവിടത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറയുന്നു, സമ്മിരൂനി സമ്മിരൂനി, എനിക്കൊരു പുതപ്പിട്ട് മൂടിത്തരണം. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ പുതപ്പിട്ട് മൂടിക്കൊടുത്ത്. ഭർത്താക്കന്മാർക്ക് വിഷമം വരുമ്പോൾ സ്ത്രീകൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഭർത്താക്കന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വിഷമിച്ച് വരുന്ന ഭർത്താവിനോട് എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അരി കിട്ടിയില്ല, തുണി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കടിച്ചു കയറുകയല്ല. മറിച്ച് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയും അവന് ആവശ്യമായത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ നബി തങ്ങളോട് ചോദിക്കുന്നു, എന്താണ് അവിടത്തേക്ക് സംഭവിച്ചത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോൾ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അഹദാ, അല്ലാഹുവിനെ തന്നെ സത്യം, തങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല, തങ്ങൾക്ക് പരാജയം സംഭവിക്കുകയില്ല. കാരണം എന്താണ്? ഇന്നക ലതസ്ദുഖുൽ ഹദീഥ, തങ്ങൾ കളവ് പറയാത്ത ആളാണ്. കളവ് ജീവിതത്തിൽ ഒരിക്കലും പറയാത്ത ആളാണ്. നബിയായതിന് ശേഷം കളവ് പറയാൻ പാടില്ലെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നത് മുതൽക്ക് പറയാതിരുന്നതല്ല, മറിച്ച് ചെറുപ്പം മുതൽക്ക് ജീവിതത്തിൽ ഒരൊറ്റ കളവും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ കഠിന വിരോധിയായിരുന്ന സമയത്ത് അദ്ദേഹത്തോട് ഹിറക്കിൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ രാജാവ് ചോദിച്ചു, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി. ശ്രദ്ധിച്ചു നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയാറുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കഠിന ശത്രുവായ ഒരു മനുഷ്യൻ മറ്റൊരു ശത്രുവിനോട് ചോദിക്കുകയാണ്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി. കഴിഞ്ഞ 40 കൊല്ലം, ഈ 40 കൊല്ലത്തിൻ്റെ ഇടയിൽ കളവാണെന്ന് സംശയിക്കപ്പെടാൻ സാധ്യതയുള്ള വല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ടോ? കളവ് പറഞ്ഞിട്ടില്ല, തീർച്ച തന്നെ. എന്നാൽ ഒരു പക്ഷേ കളവായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കഠിന ശത്രുവായിട്ട് പോലും അബൂ സുഫിയാൻ പറയുന്നില്ല, അങ്ങനെ 40 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കളവാകാൻ സാധ്യതയുള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വതഹ്മിലുൽ കല്ല, പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് നബിയേ തങ്ങൾ. ഏത് ദാരിദ്ര്യം പിടിച്ചാലും തങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ, പാവപ്പെട്ടവനും അനാഥകളും അഗതികളും കഷ്ടപ്പെട്ടവരും വന്നാൽ അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തിട്ട് വതക്സിബുൽ മഅദൂം, ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് നബിയേ തങ്ങൾ. അങ്ങനത്തെ ആളുകളെ അള്ളാഹു പരാജയപ്പെടുത്തൂല, അതുകൊണ്ട് തങ്ങൾക്ക് പരാജയമില്ല. മാന്യ മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ 40 കൊല്ലം നബിയാകുന്നതിൻ്റെ മുമ്പ് പോലും കളവാകാൻ സാധ്യതയുള്ള വാക്ക് പോലും പറയാത്ത അത്രയും പരിശുദ്ധമായ ജീവിതം നയിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതം അത്ര പരിശുദ്ധമാണ്. 40 കൊല്ലം വരെ, 40 കൊല്ലമായപ്പോൾ പിന്നെ നബിയായതിനു ശേഷം പിന്നെ ഏതായാലും കളവ് പറയില്ലല്ലോ. അതിൻ്റെ മുമ്പ് പോലും ഒരു കളവും പറഞ്ഞിട്ടില്ല, കളവാകാൻ സാധ്യതയുള്ളതും പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്? നിങ്ങൾക്കും എനിക്കും അള്ളാഹുവിൻ്റെ റസൂലിൽ മാതൃകയുണ്ട്. അതുകൊണ്ട് നമ്മൾ കളവ് പറയരുത്, കളവ് പറയരുത്, വഞ്ചന നടത്തരുത്, ആളുകളെ പരിഹസിക്കരുത്, ചീത്ത പറയരുത്, ഫസാദ് പറയരുത്. ഫിത്നയും ഫസാദും പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ആരെങ്കിലും വന്ന് ഫിത്നയും ഫസാദും പറയുന്നുവെങ്കിൽ മറുപടി പറയാൻ നിൽക്കണ്ട. അവൻ്റെ വാക്ക് കേൾക്കാതെ കാതും പൊത്തി നീ പോയി കളയണം. കാരണം അവൻ നിന്റെ ഗുണകാംക്ഷിയല്ല, അവൻ എന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ് എന്ന് കരുതി ഫിത്നയും ഫസാദും പറയുന്നവൻ്റെ വാക്ക് കേൾക്കാതെ പോകണം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഫസാദും ഫിത്നയും ഗീബത്തും നമീമത്തും പറയുന്ന ആളുകളിലേക്ക് പോകാതെ നമ്മുടെ ജീവിതത്തിൽ നേരം വെളുത്ത് വൈകുന്നേരമായി നേരം വെളുക്കുമ്പോഴേക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണം. സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. 6 മാസത്തിലധികമായി ഇവിടുത്തെ ഔക്കാഫ് ഞങ്ങൾക്ക് വിസ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ അവധി കഴിഞ്ഞു പോയി. 6 മാസം കഴിഞ്ഞു പോയി. വരാൻ പറ്റാത്തതുകൊണ്ട്, ഞമ്മക്ക് പറ്റാത്തതുകൊണ്ട്. രണ്ടാമത് ഔക്കാഫ് വിസ പുതുക്കി. അങ്ങനെ ഗവൺമെൻറ് ഒരു വിസ എടുത്തിട്ട് 6 മാസവും വരാതെ രണ്ടാമതും അവർ പുതുക്കിയല്ലോ. അതുകൊണ്ട് ഇനി വരണം എന്ന് നിർബന്ധമായി കരുതി റബീഉൽ അവ്വൽ മാസത്തിൽ ആവട്ടെ എന്നും ഉദ്ദേശിച്ചു. അതോടുകൂടി ഇന്നലെ റുവിയിൽ വെച്ച് നടന്ന വളരെ മനോഹരമായ 1500-ലധികം ആളുകൾ പങ്കെടുത്ത നമ്മുടെ സിറാജ് ദിനപത്രത്തിൻ്റെ ലോഞ്ചിങ്, അതിനോടനുബന്ധിച്ച് ചേർന്ന യോഗവും ചേരാം എന്ന് കരുതി ഞങ്ങൾ എങ്ങനെയോ ലീവുണ്ടാക്കി വന്നതാണ്. അപ്പോഴ് കഴിഞ്ഞ 1-2 പ്രാവശ്യം മസ്കത്തിൽ വന്നപ്പോൾ സൂറിൽ നിന്ന് നമ്മുടെ സഹോദരന്മാർ വിളിച്ചു. വരാൻ കഴിഞ്ഞില്ല. അടുത്ത വരവിൽ ഇൻഷാ അള്ളാഹ് വരും എന്ന് പറഞ്ഞത് അള്ളാഹു സ്വീകരിച്ചു. അങ്ങനെ ഇവിടെ പെട്ടെന്ന് വന്നിട്ടുള്ളതാണ്. വന്നപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഹദിയ ഇതാണ്. നിങ്ങളും ഞാനും എപ്പോഴും നല്ലവരായി ജീവിക്കണം. നമുക്ക് നല്ലത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചീത്ത ഏതായാലും ചെയ്യാതിരിക്കണം. നമ്മുടെ നാവ് കൊണ്ട് നല്ലത് പറയാൻ അഥവാ കഴിഞ്ഞില്ലെങ്കിൽ ചീത്തയായത് പറയാതിരിക്കുകയെങ്കിലും ചെയ്യണം. ഇന്ന് ഫിത്നൻ്റെയും ഫസാദിൻ്റെയും കാലമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ കുട്ടികൾ കളിക്കുന്നത് സ്ത്രീകൾ നോക്കണം, ഒച്ചടരുത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സാഹിബു സിർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഹൽ സമീഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഫിത്നത്തി ശൈഅ, ഫിത്നനെ പറ്റി നീ വല്ലതും കേട്ടിട്ടുണ്ടോ റസൂലുള്ളാഹിയിൽ നിന്ന്? എന്തിനെപ്പറ്റി? ഫിത്ന എന്നുള്ള മലയാളമോ അറബിയോ? അറബിയാണെങ്കിലും എല്ലാവർക്കും അറിയാം, മലയാളം പോലെ പരിചയമാണ്. ഫിത്ന 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 എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരില്ല. അപ്പോൾ
ഹുദൈഫത്തുൽ യമാൻ പറഞ്ഞു, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വ മാലിഹി തുകഫിറുഹ സ്വലാത്തു വസ്സൗം. ഫിത്ന എന്നതിന് പല അർത്ഥവും ഉണ്ട്. അതിൽ ഒരു അർത്ഥമാണ് ഭാര്യയെ സംരക്ഷിക്കുന്നതിൽ, മക്കളെ സംരക്ഷിക്കുന്നതിൽ, വളർത്തുന്നതിൽ വല്ല വീഴ്ചകളും വരിക എന്നത്. ഭാര്യയ്ക്ക് കൃത്യമായി കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ വരിക, കൃത്യമായി കൊടുക്കേണ്ട വസ്ത്രം കൊടുക്കാതെ സാധിക്കാതെ വരിക, അങ്ങനെ ഭാര്യമാരെയും മക്കളെയും പോറ്റുന്നതിലുള്ള ചെറിയ വീഴ്ച. സാധാരണ ജീവിതത്തിൽ നമ്മളിലൊക്കെ ഉണ്ടാവുമല്ലോ വീഴ്ചകൾ, അല്ലേ? ആ വീഴ്ചകൾ തുകഫിറുഹ സ്വലാത്തു വസ്സൗം, അത് നിങ്ങളെ നിസ്കാരവും നോമ്പും സദക്കയും കൊണ്ട് അല്ലാഹു തആല പുറത്തു തരും. ജീവിതത്തിൽ ചെറിയ ചെറിയ പോരായ്മകൾ വന്നാൽ അത് നിങ്ങളെ നിസ്കാരവും നോമ്പും സദക്കയും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം കൊണ്ട് അല്ലാഹു തആല പുറത്തു തരും എന്ന് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു, ലസ്തു അൻ ഹദാ അസ്അൽ, ഞാൻ ഈ ഫിത്നയെ സംബന്ധിച്ചല്ല നിങ്ങളോട് ചോദിക്കുന്നത്, മറിച്ച് അൻ ഫിത്നത്തിൻ തമൂദു കമൗജിൽ ബഹരി. കേട്ടോ, തെങ്ങിന് മണ്ടലി പിടിക്കുക, കഴുങ്ങിന് മഹാളി പിടിക്കുക, റബ്ബറിന് മഹാളി പിടിക്കുക, അങ്ങനെ നമ്മുടെ കൃഷിക്ക് നാശം വരുത്തുന്ന ഫിത്നകളുണ്ട്. ഈ ഫിത്നയെ സംബന്ധിച്ചുമല്ല അവിടെ നിന്ന് പറയുന്നു, അൻ ഫിത്നത്തിൻ തമൂദു കമൗജിൽ ബഹരി, മനുഷ്യൻ്റെ ഈമാനിനെ നശിപ്പിച്ച് കളയുന്ന, മനുഷ്യൻ്റെ വിശ്വാസത്തിനെ കേടുവരുത്തുന്ന, മനുഷ്യനെ ചീത്തയാക്കി കളയുന്ന ഫിത്ന, അത് തമൂജു കമൗജിൽ ബഹരി, കടലിൻ്റെ തിരമാലകൾ മറിയുന്നത് പോലെ ശക്തിയായി മറഞ്ഞു മറഞ്ഞു വരുന്ന ഫിത്നയുണ്ട്. ആ ഫിത്നയെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അവസാന കാലം അത്തരം ഫിത്നകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉദാഹരണം വല്ലാത്തൊരു ഉദാഹരണമാണ്. മുഹദ്ദിസീങ്ങൾ ബയാൻ ചെയ്യുന്നു, വ്യക്തമാക്കി തരുന്നു. കടലും കരയും കൂടി നോക്കിയാൽ കര കുറവും കടൽ അധികവുമാണ്. ഭൂമി ചെറുതാണ്, കടൽ വലുതാണ്. അതുപോലെ ഫിത്ന ഉണ്ടാക്കുന്ന ആളുകളാണ് ലോകത്ത് അധികം, ഫിത്ന അല്ലാത്ത ആളുകൾ കുറവാണ്. രണ്ടാമത്തത്, സമുദ്രത്തിൻ്റെ തിരമാല ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അതിൽ തോണി എടുത്ത് മത്സ്യം പിടിക്കാൻ പോയി, മീൻ പിടിക്കാൻ പോയി വരുന്നവർ ഉണ്ട്. പക്ഷേ ഒറ്റ അടിക്ക് ഒരു ദിവസം കൊണ്ട്, ഇന്നലെ വാപ്പ പോണത് കണ്ടിട്ട് മകൻ ഒരു തോണി എടുത്തിട്ട് കടലിലൊക്കെ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരില്ല. പിന്നെ തിരിച്ചു വരില്ല. പിന്നെ എന്ത് വേണം? കുറേ കാലം മാപ്പൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെ തോണി തുഴഞ്ഞ് പഠിക്കുമ്പോഴാണ് ഇവന് തോണിയുമായും ബോട്ടുമായും വെള്ളത്തിലേക്ക് പോകാൻ കഴിയുന്നത്. അതുപോലെ കടലിൻ്റെ അടിയിൽ നിന്ന് മുത്ത് പെറുക്കിയെടുക്കും. മുത്ത് എന്ന് പറയുന്ന സാധനം കടലിൻ്റെ അടിയിൽ നിന്ന് മുങ്ങിയെടുക്കുന്നതാണ്. ഒരാൾ കടലിൻ്റെ അടിയിലേക്ക് മുങ്ങി ഒരു മുത്ത് കൊണ്ടുവന്നപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ കടലിലേക്ക് ഒരൊറ്റ ചാട്ടം, എനിക്ക് മുത്ത് പെറുക്കിയെടുക്കണമെന്ന്. പിന്നെ പെടുക്കുന്നത് മുത്തല്ല, പിന്നെ ഇവൻ്റെ ശവായിരിക്കും പെറുക്കിയെടുക്കുക, അല്ലേ? പിന്നെന്ത് വേണം? ഒരു ദിവസം ബാപ്പൻ്റെ കയ്യും പിടിച്ച് കടലിൻ്റെ അടിയിലേക്ക് കുറച്ചങ്ങോട്ട് മുങ്ങണം. മുമ്പ് ഇവന് പെട്ടെന്ന് ശ്വാസം വിട്ടു വരും. അപ്പം മാപ്പ പൊന്തിക്കളഞ്ഞു. അടുത്ത ദിവസം 1 ഇഞ്ച് കൂടി താഴോട്ട് പോയി.
അടുത്ത ദിവസം പിന്നെ ഒരു ഇഞ്ച് കൂടി താഴോട്ട് പോയി. അങ്ങനെ മാസങ്ങളോളം പരിചയസമ്പന്നനായ പിതാവിൻ്റെയോ മറ്റ് വ്യക്തിയുടെയോ കൂടെ കടലിൻ്റെ അടിയിലേക്ക് മുങ്ങി 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 പ്രാപ്തനായതിൻ്റെ ശേഷമാണ് ഒറ്റക്ക് മുങ്ങാൻ കഴിയുന്നത്. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇവിടെ ഫിത്ന നിറയും, ഈമാൻ നശിപ്പിക്കുന്ന ഫിത്ന നിറയും, ഇസ്ലാം നശിപ്പിക്കുന്ന ഫിത്ന നിറയും. ആ നിറയുന്ന സമയത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ വലിയ ഫിത്നയിലൊന്നും കുടുങ്ങാതെ രക്ഷപ്പെട്ട മഹാന്മാരായ ആളുകളുണ്ട്. അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം, അവരെ പിൻപറ്റണം. അവരുടെ പിന്നാലെ നിങ്ങളും പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ കണ്ടോ, കടലിൻ്റെ തിരമാല പോലെയുള്ള ഫിത്ന നമ്മളെക്കൊണ്ട് ഗീബത്ത് പറയിപ്പിക്കാൻ, നമ്മളെക്കൊണ്ട് നമീമത്ത് പറയിപ്പിക്കാൻ, ഫസാദും ഫിത്നയും പറയിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർ മനുഷ്യർക്കിടയിലില്ലേ? അത് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി പോകും. ഹജ്ജത്തുൽ വദാഇൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തലയിലെ മുടി കളയിച്ചു. അപ്പോൾ എന്നിട്ട് ജനങ്ങളിടയിൽ അത് ഓഹരി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. 1,40,000 പരം വരുന്ന സഹാബികൾക്കിടയിൽ അത് ഓഹരി ചെയ്ത് കൊടുത്തു, വിഭജിച്ചു കൊടുത്തു. അത് സഹാബികൾ താബികൾക്ക് കൈമാറി, താബികൾ തബഉത്താബികൾക്ക് കൈമാറി. എത്രയോ സംഭവങ്ങളുണ്ട്. ഇമാം റാസി എടുത്തു പറയുന്ന ഒരു കിസ്സ. ഒരു പിതാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 കഷ്ണം മുടിയുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട 3 കഷ്ണം മുടി ഉണ്ടായിരുന്നു. ജേട്ടനും അനുജനും സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, 2 കഷ്ണം മുടി ഞാൻ എടുക്കാം, 1 നീ എടുത്തോ. അപ്പോൾ അനുജൻ പറഞ്ഞു, അത് തെറ്റാണ്, നമ്മൾക്ക് രണ്ടാൾക്കും അവകാശം ഒരുപോലെയാണല്ലോ, അതുകൊണ്ട് 1 മുടി മുറിക്കണം, കഷ്ണാക്കണം, എന്നിട്ട് രണ്ടാൾക്കും എടുക്കാം. ഏട്ടൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ നിന്നെടുത്ത 1 കഷ്ണം മുടി അത് എൻ്റെ കൈ കൊണ്ട് മുറിക്കാൻ ഞാൻ തയ്യാറില്ല. റസൂലുള്ളാഹിൻ്റെ ശരീരത്തെ മുറിക്കുന്നത് പോലെ തന്നെ ആയിട്ടാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് ഞാനത് മുറിക്കൂല. എന്നാൽ നീ 2 എടുത്തോ, 1 ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം മറ്റവൻ വാശി, എനിക്കത് വേണ്ട, എൻ്റെ അവകാശം എനിക്ക് വേണ്ട, എനിക്ക് മുറിച്ചേ പറ്റൂന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹോദരൻ അതിന് കൂട്ടാക്കിയില്ല. അവസാനം നിർബന്ധിച്ചുകൊണ്ട് ഈ 2 കഷ്ണം മുടിയും അദ്ദേഹത്തെ കൊണ്ടെടുപ്പിച്ചു. അദ്ദേഹം വളരെ ഭാഷയോടുകൂടി എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു. മറ്റേ ആൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. ജ്യേഷ്ഠൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, റസൂലുള്ളാഹിൻ്റെ മുടി മുഴുവനും ഞാൻ എടുക്കട്ടെ, എൻ്റെ സ്വത്ത് മുഴുവനും നീ എടുത്തുകൊള്ളുക, ബാപ്പയുടെ സ്വത്ത് പകുതി എനിക്കുള്ളത് എനിക്ക് വേണ്ട, മുഴുവൻ സ്വത്തും നിനക്ക് തരാം. ഓ, ഇയാൾക്ക് വലിയ സന്തോഷമായി. എന്നാൽ എനിക്ക് സ്വത്ത് മതി, മുടിയും കൊണ്ട് ഇങ്ങനെ നടന്നോന്ന് പറഞ്ഞു. സഹോദരങ്ങളെ,
മഹാന്മാരായ പണ്ഡിതർ രേഖപ്പെടുത്തുന്നു, ഏതാനും മാസങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ ഈ ഷെയർ എടുത്ത സഹോദരൻ വളരെയധികം ഫക്കീറായിരുന്നുവല്ലോ. ഒരു മുക്കാലുമില്ലാതെ ഷെയർ കൊണ്ട് മാത്രം പൊരുത്തപ്പെട്ട ആൾ നല്ല വനികയായി തീരുകയും വലിയ സമ്പന്നനായി മുതൽ മുഴുവനും ഏറ്റെടുത്ത സഹോദരൻ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ട് പാപ്പറായി പോവുകയും ചെയ്തു എന്ന ചരിത്രം മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ ഉണ്ടായിട്ട് അത് മരിക്കുന്ന സമയത്ത് കണ്ണിൻ്റെ പെരിയത്തിൽ വെക്കുകയും ശരീരത്തിൽ വെക്കുകയും ചെയ്തതുകൊണ്ട്, അതുപോലെ അവിടുത്തെ കൈ നഖം മുറിച്ച നഖത്തിൻ്റെ കട്ടം കഫൻ പടയിൽ വെച്ചതുകൊണ്ട് ഖബറിൽ മലക്കുകൾ വരുമ്പോൾ ഈ വ്യക്തിയെ ചോദ്യത്തിൽ നിന്ന് ഒഴിവാക്കിയ ചരിത്രങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ, അവിടുത്തെ കൈനഖം, അവിടുത്തെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട വിയർപ്പ്, അവിടുന്ന് ധരിച്ച കുപ്പായം, അവിടുന്ന് ധരിച്ച ചെരുപ്പ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി ആദ്യമായിരുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ റസൂലുള്ളാഹി ധരിച്ച ചെരുപ്പ് സാധാരണ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്ന ആളാണ്. വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ മണ്ണ് ഒക്കെ പോക്കി കൊടുക്കുക എന്നർത്ഥം. നജസൊന്നുമില്ല. മണ്ണ് നീക്കി കൊടുക്കുന്ന ചെരുപ്പ് നന്നാക്കി കൊടുക്കുന്ന ആളായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് ഇങ്ങനെ തുടച്ചൊന്ന് നന്നാക്കി വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ സമയവും അദ്ദേഹത്തിൻ്റെ തലയിൽ എടുത്തു വെക്കുകയും അതിനുശേഷം അതിനെ ചുംബിക്കുകയും ചെയ്തിട്ടല്ലാതെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ചെരുപ്പ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് കൊടുത്തിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബ് ധരിച്ച ചെരുപ്പ്, അവിടുന്ന് ഇട്ട കുപ്പായം, അവിടുന്ന് ഉപയോഗിച്ച വടി, അവിടുന്ന് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും, അവിടുന്ന് തൊട്ട സാധനങ്ങളും വലിയ ബർക്കത്തുള്ളതാണെന്ന് പഠിപ്പിച്ചു. എന്തിനേറെ പറയുന്നു, നിങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടല്ലോ പലരും. ഹജ്ജിന് പോയാൽ മഖാമ് ഇബ്രാഹിം എന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാം, ഒരു കല്ല്. ആ കല്ല് എന്താണ്? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടിയ കല്ലാണ്. അവിടുത്തെ കാല് അതിൽ വെച്ചു എന്ന ശ്രേഷ്ഠതയാണ് ആ കല്ലിനുള്ളത്. എന്നിട്ട് പടച്ചിറമ്പ് ഖുർആനിൽ പറഞ്ഞത് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടിയ ആ കല്ല്, ആ കല്ലിൻ്റെ അടുക്കൽ നിങ്ങൾ നിസ്കരിക്കണം, അതിൻ്റെ പുണ്യമെടുക്കണമെന്ന് പറയുന്നു. ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖലീൽ ചവിട്ടിയ കാല് വെച്ചത് കൊണ്ട് മാത്രം ഈ കല്ലിന് വലിയ മഹത്വം ഉണ്ടായി. അതുപോലെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റി ഹജറുൽ അസ്വദ് എന്ന കല്ലിൻ്റെ മുകളിൽ വെച്ചതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ഹാജിമാരും ആ ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്തായി. അങ്ങനെ ചുംബിക്കുന്നത് കൊണ്ട് അവൻ്റെ ദോഷം പൊറുക്കപ്പെടുമെന്ന് ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. കല്ലിന് ആരാധിക്കുന്നവരല്ല നാം. നമ്മൾ ബിംബത്തിന് സുജൂദ് ചെയ്യുന്നവരല്ല, കല്ലിന് ആരാധിക്കുന്നവരല്ല, മരത്തിന് ആരാധിക്കുന്നവരല്ല, ഖബറിന് ആരാധിക്കുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമേ ആരാധന പാടുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തവരാണല്ലോ മുസ്ലിമീങ്ങൾ. അങ്ങനത്തെ മുഴുവൻ മുസ്ലിമും ഹജറുൽ അസ്വദ് ചുംബിക്കുന്നു. എന്തുകൊണ്ടാണ് ചുംബിക്കുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റി ആ കല്ലിൻ്റെ മുകളിൽ തൊട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ കല്ലിന് മഹത്വമുണ്ടാവുകയും കല്ല് തൊടുന്നവന് മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിൻ്റെ മഹത്വം എത്രയാണ്, അവിടുത്തെ സ്ഥാനം എത്രയാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ വല്ലുഹാ വല്ലൈലി എന്ന ഈ ആയത്തിന് അർത്ഥം പറഞ്ഞ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, അല്ലാഹു തആല സത്യം ചെയ്തു വല്ലുഹാ,
ഓ നബിയെ, അങ്ങയുടെ പ്രശോഭിതമായ മുഖം കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. വല്ലൈലി ഇദാ സജാ, അങ്ങയുടെ കറുത്ത നിറമുള്ള മുടിയെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ പ്രശോഭിതമായ മുഖം കൊണ്ടും അവിടുത്തെ കറുത്ത മുടി കൊണ്ടും അള്ളാഹു തആല സത്യം ചെയ്ത് ഖുർആനിൽ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് എത്രയാണ് മഹത്വമെന്ന് ലോകത്തിനൊരാൾക്കും പറയാൻ കഴിയില്ല, ഒരാൾക്കും അത് പറഞ്ഞു തീർക്കാനും കഴിയില്ല. കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനാണ്. ഖുർആനിൽ അവിടുത്തെ പറഞ്ഞത് മുഴുവനും അവിടുത്തെ സ്വഭാവമാണ്. ഖുർആനിൽ പറഞ്ഞ എല്ലാ സൽസ്വഭാവങ്ങളും അവിടത്തേക്ക് ഉണ്ട് എന്നും അർത്ഥം പറയാം. അങ്ങനെയുള്ള സൽസ്വഭാവത്തിൻ്റെ ഉടമയും അതുപോലെ എല്ലാ ഗുണത്തിൻ്റെയും ഉടമയുമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം എല്ലാവരും പ്രിയം വെക്കുകയും ആ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ ഉറച്ചുകൊണ്ട് അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അവിടുത്തെ മദ്ഹുകളും പ്രശംസകളും പ്രകീർത്തനങ്ങളും നടത്തുകയും ചെയ്യുക. മാത്രമല്ല അവിടത്തോട് ഇത്തിബാ ചെയ്യുക. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കണം. നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു യതീമായ കുട്ടിയെ കണ്ടാൽ, ഒരു യതീമായ കുട്ടിയെ കണ്ടാൽ ആ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് കുട്ടിയെ സമാധാനിപ്പിക്കുന്നു. എന്താ അതിൻ്റെ കാരണം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? നേരം വെളുത്താൽ മർക്കസിലേക്ക് ആളുകൾ വരും, 100 കണക്കിന് ആളുകൾ വരും, ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട്. എന്തിനാണ്? ഇതെൻ്റെ മോനാണ്, ഇതെൻ്റെ മകളാണ്, എൻ്റെ മകനാണ്. സഹീഹുൽ ബുഖാരിയുടെ ദർസിൽ ഒന്നിരുന്ന് ബർക്കത്തെടുത്ത് എൻ്റെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി ദ്വാരപ്പിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മർക്കസിലേക്ക് വരും. സ്വന്തം മകനെയാണ് എടുത്തുകൊണ്ട് വരുന്നത്, സ്വന്തം മകളെയാണ്. അടുത്ത വീട്ടിലുള്ളവരെ എടുത്തിട്ട് നിങ്ങൾ വരുമോ? ഇല്ല. നിങ്ങൾ അടുത്ത വീട്ടിലുള്ള കുട്ടിക്ക് നല്ല ഭംഗിയുണ്ട്, നിൻ്റെ കുട്ടി കറുത്ത കുട്ടിയായിപ്പോയി, നിൻ്റെ കുട്ടി കൈവിരലൊന്ന് കുറഞ്ഞു പോയി, എന്നാൽ നിൻ്റെ കുട്ടിയെ ഒഴിവാക്കിയിട്ട് അടുത്ത കുട്ടിയെ നീ എടുക്കുമോ? ഇല്ല. നിൻ്റെ മുതുകിൽ നിന്ന് വന്ന കുട്ടിയോട് നിനക്ക് സ്നേഹം, നിനക്ക് വാത്സല്യം. അങ്ങനത്തെ നീ ഇല്ലാതെയായി പോയാൽ ആ കുട്ടിയെ പിന്നെ ആരാണ് സംരക്ഷിക്കാനുള്ളത്? ആരുമില്ല. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് യതീമായ കുട്ടിയെ കണ്ടാലും ആ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് മോനെ നിനക്കെന്ത് വേണം, മകളെ നിനക്കെന്ത് വേണം എന്ന് ചോദിച്ചുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയും അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിക്കുമ്പോൾ കസ്തൂരിയുടെ വാസന അടിച്ചു വീശുന്നു. സുഗന്ധദ്രവ്യം, കസ്തൂരിയേക്കാൾ നല്ല വാസന അടിച്ചു വീശുന്നു. എല്ലാ കുട്ടികളും അന്വേഷിച്ചു, ആരാണിവിടെ കസ്തൂരി കൊണ്ടുവന്നത്? ആരാണിവിടെ ഈ സുഗന്ധദ്രവ്യം കൊണ്ടുവന്നത്? ആരും കൊണ്ടുവന്നിട്ടില്ല. അവസാനം ഒരു കുട്ടിയുടെ തലയിൽ നിന്ന് ഈ സുഗന്ധദ്രവ്യം വരുന്നു എന്ന് കണ്ടപ്പോൾ, എവിടെ നിന്നാണ് മകനെ നിനക്ക് ഈ അത്തർ കിട്ടിയത്, കസ്തൂരി കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നു, സമയമുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്നോളി, 5 മിനിറ്റ് കൂടി, പോയി തന്നോളി, ഇല്ലെങ്കിൽ എതിരുള്ളവർക്ക് പോകാലോ, ഞാൻ നിർത്താൻ പോവാണ്. എന്ത്? തലയിൽ നിന്ന് കസ്തൂരിയുടെ മണം അടിച്ചു വീശുന്നു.
നോക്കുമ്പോൾ ഈ കുട്ടി ഒരു യതീമായ കുട്ടിയാണ്. ആ യതീമിനെ കണ്ടപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈ ഈ കുട്ടിയുടെ തലയിൽ വെച്ചതാണ്. അതുകൊണ്ട് തന്നെ യഫൂഹു മിൻഹു ത്വീബു കൽ മിസ്കി, കസ്തൂരിയെക്കാളും വാസനയുള്ള സുഗന്ധദ്രവ്യം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു വീശുന്നത് ഈ യതീമായ കുട്ടിയുടെ തലയിൽ വെച്ചപ്പോൾ ആ തലയിലും വാസന വരികയാണ്. 40 ദിവസത്തോളം ഈ കുട്ടിയിൽ നിന്ന് അത്തറിൻ്റെ മണം, കസ്തൂരിയുടെ മണം അടിച്ചു വീശിയിരുന്നു. അത്രയും സുഗന്ധദ്രവ്യമാണ് റസൂലുള്ളാഹിയുടെ വാസന കേട്ടോ. ആ റസൂലുള്ള യതീം മക്കളെ വളരെയധികം സ്നേഹം വച്ചിരുന്നു, പ്രിയം വച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മളും യതീമുകളെ വളർത്തുന്നു. മർക്കസു സഖാഫത്തി സുന്നിയ ഇപ്പോൾ 3000 യതീം കുട്ടികളെ വളർത്തുന്നുണ്ട്. 500 ആൺകുട്ടികളും 500ഓളം പെൺകുട്ടികളും മർക്കസിൽ താമസിച്ച് പഠിക്കുന്നു. യതീം കുട്ടികൾ മാത്രം 20,000 കുട്ടികൾ മർക്കസിൻ്റെ മെയിൻ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ആ കുട്ടികളിൽ 1000ഓളം യതീം കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുന്നു. പിന്നെയോ 2 വയസ്സ് മുതൽ 10 വയസ്സിൻ്റെ ഇടയിലുള്ള ചെറിയ മക്കൾ, അവരെ കൊണ്ടുവന്ന് നമുക്ക് വളർത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കുട്ടികളെ ഏറ്റെടുത്ത് അവരുടെ ഉമ്മയോ ജ്യേഷ്ഠനോ സഹോദരിയോ അമ്മാവനോ ആരാണ് കുടുംബത്തിലുള്ളത് അവരെ തന്നെ ഏൽപ്പിച്ച് മാസത്തിൽ ഈ കുട്ടികൾക്ക് വരുന്ന എല്ലാ ചെലവുകളും നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. മർക്കസിൻ്റെ കീഴിൽ തന്നെ അന്തമാൻ ദ്വീപ് നിങ്ങൾ കേട്ട് കാണും. ബ്രിട്ടീഷുകാരൻ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നാട് കടത്തി ജയിലിലിട്ട് അടച്ച ആ പ്രദേശം, വളരെ പാവപ്പെട്ട ജനങ്ങളാണ് അവിടെയുള്ളത്. അവിടെ സുനാമി വന്ന് കുറേ ആളുകൾ മരിച്ചു പോയപ്പോൾ അവരുടെ കുട്ടികൾ ചിലർ ബാക്കിയായി. അവരെ ഞങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ മർക്കസിൻ്റെ ഒരു യതീം ഖാന അവിടെയും നടക്കുന്നു. അന്തമാനിൽ മദ്രാസിൽ നിന്നും 2 ദിവസം കപ്പലിന് യാത്ര ചെയ്യണം, 2 മണിക്കൂർ പ്ലെയിൻ യാത്ര ചെയ്യണം. ആ അന്തമാൻ ദ്വീപിൽ മർക്കസിൻ്റെ യതീം ഖാനയും സ്കൂളും പള്ളിയും മദ്രസയും നടക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഈ ഹോം കെയർ പദ്ധതി അനുസരിച്ച് വീട്ടിൽ വെച്ച് വളർത്തുന്ന 2000ഓളം യതീം കുട്ടികളും മർക്കസിൽ താമസിക്കുന്ന 1000ഓളം യതീം കുട്ടികളും അടക്കം 3000ഓളം യതീം കുട്ടികൾ ഉൾപ്പെടെ 20,000ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് മർക്കസു സഖാഫത്തി സുന്നിയ. അത് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ്, സഹകരണം കൊണ്ടാണ് നടക്കുന്നത്. ഇനിയും നിങ്ങൾ സഹകരിക്കണം. ഞാൻ നേരത്തെ ഒരു ആള് ആരായിരുന്നു നേരത്തെ നമ്മളവിടെ വന്ന ഹാജർ ആരായിരുന്നു? ഇവർ വന്നിട്ട് ഞാൻ കണ്ടിട്ട് 10 കൊല്ലമായി. എനിക്ക് ഓർമ്മയിൽ വന്നു, മരഞ്ചാട്ടിയിലെ കുറച്ച് യതീം കുട്ടികളെ, പെൺകുട്ടികളെ കെട്ടിക്കാൻ ഞാനിവിടെ വന്നപ്പോൾ സ്വർണത്തിൻ്റെ പവൻ തന്ന് സഹായിച്ച ആളല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം തന്നത് പറയുന്നതിൽ വലിയൊരിഷ്ടം ഇല്ലാത്തത് കൊണ്ട് തിരിഞ്ഞു കളിച്ചെങ്കിലും അവസാനം അതെ എന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരന്മാരെ ജനങ്ങളോട് വാങ്ങി യതീം കുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്നു, അവരെ വളർത്തുന്നു, അവരെ പഠിപ്പിക്കുന്നു,
അതുപോലെ അനാഥകളും അഗതികളുമായ വേറെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അത് നിങ്ങളാരും മറന്നു പോകരുത്. അതിന് മാസത്തിൽ ഒരു സംഖ്യ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ നിങ്ങൾ നീക്കിവെച്ചാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ബറക്കത്തുണ്ടാകുമെന്ന് മാത്രം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി. നിങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒരു ചെറിയ കഷ്ണം സ്ലിപ്പ് കൊടുത്താൽ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ അജയർക്ക് തന്നെ കൊടുക്കുക. ആദ്യം എന്താ മർക്കസ് സഖാഫത്തിൻ്റെ കാലത്ത് ഒരു പേര്, ടെലിഫോൺ നമ്പർ മാത്രം ഇതിൽ എഴുതി തന്നിട്ട് ഒരു കുട്ടീനെ ഫുള്ളായിട്ട് എടുക്കുക ആണെങ്കിൽ 12,000 ഉറുപ്പ്യ ഒരു കൊല്ലത്തിൽ, അല്ലെങ്കിൽ അതിൽ കുറച്ച് 2 കുട്ടിയാകുമ്പോൾ 24 വരിക അല്ലേ? ഒരു കുട്ടിക്ക് 12 2 കുട്ടിക്ക് 24 വരിക അല്ലേ? ബിസ്മില്ലാ, നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തു. രണ്ട് കുട്ടിയെ സ്പോൺസർ ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല